അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയാ, സുജൂദുകൾ അധികരിപ്പിക്കണേ റബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല, സദഖ കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്യണമെന്നല്ല, നോമ്പ് പിടിക്കണമെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയാ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ എന്ന് പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പടച്ചവനെ ഈ വഅദ് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമുക്ക് സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാടോ, നമുക്കത് വല്ലാത്ത പ്രയാസമാടോ? കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല, ആ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. പടച്ചവനെ, സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ മുഖത്തടയാളം കാണാം, അവരുടെ മുഖത്തടയാളം കാണാം. സുജൂദ് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാം. അടയാളം കാണാമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തഴമ്പ് മാത്രമല്ല വാപ്പാ. ചെറുപ്പക്കാരാ, നിസ്കാരത്തഴമ്പിനെ കുറിച്ചല്ല പറയുന്നത്. എടോ സഹോദരാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ, സുജൂദ് ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയാ, പടച്ചവനെ അവന്റെ മുഖത്തൊരു പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം കാണാം. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. അത് സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ്. പടച്ചവനെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, പടച്ചവനെ, നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാരെ കണ്ട എന്തൊരു പ്രകാശമെന്നറിയോ? അവര് വേച്ച് നിസ്കരിക്കാ പള്ളിയിൽ